ഒരു ദിവസം താജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗോവയിൽ റെക്സ് ബാൻഡ് ഒരു പ്രോഗ്രാം നടക്കുന്നു. അപ്പോൾ എന്നോട് പ്രോഗ്രാം വരാൻ പറയുന്നു. ഗോവക്ക് പോകണമെങ്കിൽ ലീവ് തരില്ല എന്ന് താജിൽ നിന്ന് അറിയിപ്പുണ്ടായി. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വേണ്ടി പോയിക്കോളൂ, പക്ഷേ റിസൈൻ ചെയ്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. 93-ലൊക്കെ 4000 രൂപ കിട്ടുന്ന സമയത്താണ് ഇങ്ങനൊരു അവസരം വരുന്നത്. അപ്പോൾ അതിന് റിസൈൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലി ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ റിസൈൻ ലെറ്റർ എഴുതി വെച്ചുകൊണ്ട് ഞാൻ ഗോവയിൽ പോയി പ്രോഗ്രാം ചെയ്തു. തിരിച്ചു വരുമ്പോൾ ജോലിയില്ല. അപ്പോൾ 4000 രൂപ സാലറി കിട്ടിയെടുത്ത് ഞാൻ 800 രൂപയ്ക്ക് ഡീഗ്രേഡ് പേ ചെയ്യുന്നത്. വീട്ടിലൊക്കെ പ്രശ്നമായി. കാരണം അത്രയും സാലറി കിട്ടുന്ന സ്ഥലത്ത് അത് വേണ്ടാന്ന് വെച്ചിട്ട് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ 800 രൂപ മാസം കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ എന്തോ എനിക്ക് തോന്നി എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ 800 രൂപ കണ്ടവിടെ നിന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കാരണം കലാകാരനായിരുന്നു, വരക്കുമായിരുന്നു, പക്ഷെ ചിലത് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഓരോ രംഗത്തിനും ഓരോ നിശ്ചിതമായിട്ടുള്ള സെറ്റിങ്സുകൾ വേണമെന്ന്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണവും അല്ലെങ്കിൽ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡ്രസ്സുകൾ കൊണ്ട് ഞാനൊരു സെറ്റ് ഉണ്ടാക്കി. അത് ഒരു ഏതൻ തോട്ടത്തിൻ്റെ സെറ്റായിരുന്നു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണ്. വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇവിടെ ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞു, തിങ്കളാഴ്ചയാണ് സിനിമ തുടങ്ങുന്നത്, ഞാൻ ചെല്ലുന്നത് വെള്ളിയാഴ്ചയാണ്, ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാലും കുഴപ്പമില്ല, എൻ്റെ ഒരു ബയോഡാറ്റ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബയോഡാറ്റ അവർക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു. ഈ എൻ്റെ ബയോഡാറ്റ ഞാൻ ഈ ഹോളിവുഡ് ഗ്രൂപ്പിന് കൊടുത്തതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് അന്ന് ബസ്സിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ അവരുടെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് സാധിക്കണമേ. അത്ര പ്രാർത്ഥിച്ചു. കാരണം നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും കഴിക്കേണ്ട അരിമണിയിൽ നമ്മളുടെ പേര് ചെയ്തിട്ടുണ്ടാവുന്നത്. ഒരു ദിവസം എനിക്ക് ചെന്നൈയിൽ നിന്ന് ഒരു വിളി വരുന്നു, മുത്തരായ സാറിൻ്റെ, ജോസഫ് എന്നാണോ പേര്. അപ്പോൾ അതെന്ന് പറഞ്ഞു. എന്നോട് ആദ്യം ചോദിക്കുന്നത് താടി ഉണ്ടോ എന്നാണ്. അപ്പോൾ അതെന്ന് ചോദിച്ചാൽ എന്താ താടി, എനിക്ക് താടിയില്ലെന്ന് പറഞ്ഞു. ഓക്കെ, താടി ഉണ്ടെങ്കിൽ കയറി വരണ്ടെന്ന് പറയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതേ പേരിൽ ജോസഫ് ഫോർട്ട് കൊച്ചിയിലുണ്ട്, പക്ഷേ കുറച്ച് ഉടായ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് താടിയില്ലാന്ന് പറഞ്ഞു. അങ്ങനെ 2000-ൽ എന്നോട് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറയുന്നു. അങ്ങനെ അടുത്തതായിട്ട് എൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് അദ്ദേഹം എനിക്കൊരു വഴിയൊരുക്കി. മുത്തുരാജിൻ്റെ കൂടെ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആർട്ടിൽ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ലാൽ ജോസ് എനിക്കൊരു വാഗ്ദാനം തന്നു, അടുത്ത സിനിമയിൽ നീയായിരിക്കും എൻ്റെ കലാസംവിധാനം എന്ന്. ആ വാഗ്ദാനം അദ്ദേഹം നിറവേറ്റി. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് ആദ്യം ചെയ്യുന്ന സിനിമ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ട് അതിമറന്ന് രസിച്ച മീശമാധവൻ എന്ന സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു മോശമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നും പയ്യെ ആദ്യം മാറുന്നത് ഈ പ്രീസ് കോൺഫറൻസിൽ കടന്നു വന്നപ്പോഴാണ്. ആ മാറുന്ന സമയത്ത് തന്നെയാണ് പുതിയ അച്ഛൻ ഇടവകയിൽ വരുന്നതും ഞങ്ങൾ ഇടവകയിലേക്ക് പറിച്ചു കൊണ്ടുപോകുന്നതും നമ്മുടെ കഴിവുകളെ ദൈവത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു പ്രേരണ തരുന്നതും. ഒപ്പം വരക്കുക, ഉണ്ടാക്കുക എന്നതിലൊക്കെ മേക്ക് ചെയ്യുക എന്നുള്ള സംഭവം കഴിവുകൾ പള്ളിയിലോട്ടും, അഭിനയിക്കുക, ഡാൻസ് ചെയ്യുക എന്ന കഴിവുകൾ ജീസസിലേക്കും പോകാനുള്ളൊരു പ്രേരണ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീസസിൽ തന്നെ ഒരു മിനിസ്ട്രി രൂപീകരിക്കുന്നു. ഓഡിയോ വിഷ്വൽ മിനിസ്ട്രി എന്നുള്ള ഒരു മിനിസ്ട്രി ഉണ്ടാകുന്നു. അതിൻ്റെ ലീഡറായിട്ട് ലിയോ തദേവസ് എന്ന് പറയുന്ന വ്യക്തി വന്നു. അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്ന ഡയറക്ടറാണ്. അവിടെ ഒരു മിനിസ്ട്രി, ഓഡിയോ വിഷ്വൽ മിനിസ്ട്രി രൂപപ്പെട്ടു. 93-ലൊക്കെ ആയപ്പോഴത്തേക്കും അതൊരു വലിയൊരു ഗ്രൂപ്പായി മാറി. ഓൾ കേരള ലെവലിൽ അതൊരു ടീമായി മാറി. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. ഇങ്ങനെ എൻ്റെ നല്ല സമയങ്ങൾ, കുറച്ചും കൂടി കഴിവുള്ള സമയങ്ങൾ ഞാനിങ്ങനെ ദൈവത്തിലേക്ക് കൊടുക്കാൻ തുടങ്ങി. കാരണം ധ്യാനം കൂടി. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ മോശം കൂട്ടുകെട്ടുകാരെല്ലാവരും പിന്നാലേക്ക് പോയി. എനിക്കെപ്പോഴും റെക്സ് ബാൻഡ് പരിപാടിക്ക് പോകാനും ജീസസിൻ്റെ പരിപാടിക്ക് പോകാനും പള്ളിയിലെ പരിപാടിക്ക് പോകാനും മാത്രമായി സമയമായി മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. 93-ൽ ഫാദർ മരിച്ചു. ആ സമയത്ത് ഞാൻ താജിൽ വർക്ക് ചെയ്യുന്നു. ഒരു ദിവസം താജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗോവയിൽ റെക്സ് ബാൻഡ് ഒരു പ്രോഗ്രാം നടക്കുന്നു. അപ്പോൾ എന്നോട് പ്രോഗ്രാം വരാൻ പറയുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, വലിയ കഴിവൊന്നും എനിക്കില്ലെങ്കിലും ഇവ റെക്സ് ബാൻഡ് ഗ്രൂപ്പുകാർ എന്തുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ മുൻപിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി? ഞാനില്ലെങ്കിലും അവർക്ക് പോകാം, അല്ലെങ്കിൽ വേറെ ആൾക്കും അഭിനയിക്കാം. പക്ഷെ അന്ന് എനിക്ക് ഓർത്തു എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവാം എന്നുള്ളതിലാണ് ഞാനും കൂടെ ചേർന്നത്. അങ്ങനെ ഗോവക്ക് പോകാനായിട്ട് ചോദിക്കുന്നു. പക്ഷേ ഗോവക്ക് പോകണമെങ്കിൽ ലീവ് തരില്ല എന്ന് താജിൽ നിന്ന് അറിയിപ്പുണ്ടായി. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വേണ്ടി പോയിക്കോളൂ, പക്ഷേ റിസൈൻ ചെയ്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഭയങ്കര പ്രശ്നമായി. കാരണം
ഒരു 4000 രൂപയൊക്കെ അന്ന് കിട്ടുന്ന സമയത്ത് 93-ലൊക്കെ 4000 രൂപ കിട്ടുന്ന സമയത്താണ് ഇങ്ങനൊരു അവസരം വരുന്നത്. അപ്പോൾ അതിന് റിസൈൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലി ഉണ്ടാവില്ല. അപ്പോൾ അന്ന് 10-25,000 രൂപ മുടക്കി പഠിച്ച പഠനമായിരുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ്. അത് കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടി. പിന്നീട് ആ ജോലി വേണ്ടെന്ന് നോക്കുമ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ട് വീട്ടുകാർക്കെല്ലാം പ്രശ്നമാകും. പക്ഷേ അന്ന് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തു, ജോലി വേണ്ടെന്ന് നോക്കുക, ജീസസ് യൂത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത്. അങ്ങനെ ഞാൻ റിസൈൻ ലെറ്റർ എഴുതി വെച്ചുകൊണ്ട് ഞാൻ ഗോവയിൽ പോയി പ്രോഗ്രാം ചെയ്തു. തിരിച്ചു വരുമ്പോൾ ജോലിയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് എൻ്റെ കൊലീഗ്സ് ആയിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന ബൈജു എന്ന് പറയുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻലോ രാജൻ പോൾ എന്നാണ് പേര്. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം ചെന്നൈയിലായിരുന്നു പുള്ളി താമസിച്ചിരുന്നതും അദ്ദേഹം വർക്ക് ചെയ്യുന്നതും. ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഫാഷൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് വർക്കുകളുടെ പ്രസരം കൂടിയപ്പോൾ, എറണാകുളത്ത് കൂടുതൽ വർക്കുകൾ വന്നപ്പോൾ ഫാഷൻ മേഖലയിൽ കടക്കുന്നൊരു സമയമാണ് 90-കൾ. ആ സമയത്ത് അദ്ദേഹം ഇവിടെ എറണാകുളത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. ആ സമയത്താണ് ബൈജു പറയുന്നത്, എടാ ചേട്ടൻ ഇങ്ങനെ എറണാകുളത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ പോകുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ചേട്ടനൊപ്പം ജോയിൻ ചെയ്യാമെന്ന്. ഈ സമയത്തെല്ലാം താജിലുള്ള ഈവൻറ്റ് പരിപാടി, അന്ന് ഈവൻറ്റ് മാനേജ്മെൻറ്റോ ഈവൻറ്റ് പരിപാടികളൊന്നും ഇല്ല. ചെറിയ വെഡ്ഡിങ് പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ബൈജുവിന് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്, എടാ ചേട്ടനെ വേണമെങ്കിൽ നിനക്ക് ഹെൽപ്ഫുൾ ആവും, ജോലി പോയിരിക്കുകയല്ലേ, അപ്പോൾ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാജൻ പോളിനെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിനൊപ്പം നിന്നിട്ട് ഞാൻ ചെറിയ കൊച്ചു മുറിക്കകത്ത്, അതായത് അന്നത്തെ മുറി സൈസ് എന്ന് പറയുന്നത് ഒരു 10 അടി വീതിയും 15 അടി നീളമുള്ള ഒരു ഹോളിലാണ് ഫാഷൻ ഫോട്ടോഗ്രാഫി നടക്കുന്നത്. അത് പനമ്പള്ളി നഗറിലുള്ള സ്റ്റുഡിയോക്കകത്താണ്. സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റാണ്, ഒരു ഫ്ലാറ്റിനകത്തുള്ള മുറിയാണ്. അവിടെ നിന്നുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ജോലി ഒരു ബാക്ക് ഡ്രോപ്പ് വരക്കുക എന്നുള്ളതാണ്. അതിനകത്തൊരു മേഘങ്ങളുടെ ഒരു മേഘപടലം വരക്കുക എന്നുള്ളതാണ് ആദ്യം കിട്ടുന്ന ജോലി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ബ്രഷ് എടുത്ത്, കുറേ വർഷങ്ങൾക്ക് ശേഷം ബ്രഷ് എടുത്ത് വരയ്ക്കായിരുന്നു. വരച്ചു, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നീട് കുറേ ബാക്ക് ഡ്രോപ്പുകൾ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ ആർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനൊപ്പം കൂടി. പക്ഷേ ആ സമയത്ത് ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 800 രൂപയാണ് സാലറി. അപ്പോൾ 4000 രൂപ സാലറി കിട്ടിയെടുത്ത് ഞാൻ 800 രൂപയ്ക്ക് ഡീഗ്രേഡ് പേ ചെയ്യുന്നത്. വീട്ടിലൊക്കെ പ്രശ്നമായി. കാരണം അത്രയും സാലറി കിട്ടുന്ന സ്ഥലത്ത് അത് വേണ്ടാന്ന് വെച്ചിട്ട് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ 800 രൂപ മാസം കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ എന്തോ എനിക്ക് തോന്നി എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ 800 രൂപ കൊണ്ട് അവിടെ നിന്നു. 3 മാസം വർക്ക് ചെയ്യുമ്പോൾ 800 രൂപ എന്നുള്ളത് 900 രൂപയായി മാറും. അങ്ങനെ 900 രൂപ കിട്ടുന്ന ഞാൻ അടുത്തൊരു 3 മാസം വർക്ക് ചെയ്യുമ്പോൾ ഒരു 100 രൂപ കൂടുന്ന 1000 രൂപയാവും. അങ്ങനെ അദ്ദേഹത്തിനൊപ്പം 97 വരെയും ജോലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന 1700 രൂപയാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലെല്ലാം എനിക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. ജീസസിൻ്റെ പുറകെ പോകാനും റെക്സ് ബാൻഡിൻ്റെ ഒപ്പം പോകാനും പള്ളിയിൽ പ്രവർത്തിക്കാനും എല്ലാം അദ്ദേഹം അനുവദിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ തീർച്ചയായും അവിടെ നിന്ന് തന്നെ. അപ്പോൾ ഇടവേളകളിൽ എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എനിക്ക് പള്ളിയിൽ പോകാമായിരുന്നു, അല്ലെങ്കിൽ ജീസസ് യൂത്തിൻ്റെ ടാലൻറ്റ് മിനിസ്ട്രി ഉണ്ടായിരുന്നു. ജോലി ചെയ്യാനായിട്ട് ഈ അഡ്വർടൈസിങ് ഫീൽഡിലുണ്ടായിരുന്നു. ഈ അഡ്വർടൈസിങ് നിന്നുകൊണ്ട് ഒരുപാട് ടെലിഫിലിമുകളും ഒരുപാട് പരസ്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ജീസസ് യൂത്തിന് വേണ്ടി തന്നെ ഒരു ഫീൽ എന്ന് പറയുന്ന ഒരു ആൽബം ആദ്യമായിട്ട് ലിയോ തദേവോസും എലീഷ് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ലിയോ തദേവോസും അൽഫോൺസും ഒക്കെ മ്യൂസിക് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ടീം, അതായത് ഓഡിയോവിഷ്വൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഫീൽ എന്ന് പറയുന്ന പേരുള്ളൊരു ആൽബം ഇറക്കി. അന്നോളം ഞങ്ങൾ ചെയ്തിട്ടുള്ള സ്കിറ്റുകളെല്ലാം രൂപീകരിച്ചുകൊണ്ട് ചെയ്തൊരു ആൽബമാണ്. ആദ്യമായിട്ട് ഒരു ടെലി പ്രൊഡക്ഷൻസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വർക്ക് ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ ആദ്യമായിട്ട് അന്നായിരുന്നു. 93-ലായിരുന്നു. അതുവരെയും അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് രാജൻ പോളിനൊപ്പം ജോയിൻ ചെയ്യുന്നതും ഈ ഒരു ഫിലിം മേഖലയിലോട്ട് അല്ലെങ്കിൽ മീഡിയ മേഖലയിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഈ സമയത്തെല്ലാം സത്യം പറഞ്ഞാൽ കർത്താവ് എന്നെ ഒരുക്കുകയായിരുന്നു. കാരണം നമ്മളൊരു മോശപ്പെട്ട കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയും പിന്നീട് എൻ്റെ കഴിവുകൾ ദൈവത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ പയ്യെ തൂത്ത് ഇങ്ങനെ ഒരു അഡ്വർടൈസിങ് മേഖലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. അവിടെ എൻ്റെ കഴിവുകൾ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയൊക്കെ സമയത്താണ് 97 ഓൾ ഇന്ത്യ ഒരു ലെവലിൽ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ ബോംബെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിയോവിഷ്വൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഒരു ലിവിങ് വിഷൻ എന്ന് പറയുന്ന ടീം ഉണ്ടായിരുന്നു. ഈ ടീമിൻ്റെ സ്കിറ്റ് ഓരോ ദിവസവും ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് 2 ആഴ്ച മുമ്പേ അവിടെ ചെല്ലണം, പ്രാക്ടീസ് ചെയ്യണം, അതിൻ്റെ ഭാഗമാകണം, തിരിച്ചു വരണം. ഏകദേശം 1 മാസത്തോളം ലീവ് ആവശ്യമുണ്ട്. അപ്പോൾ രാജൻ പോളിൻ്റെ അടുത്ത് ഞാൻ ലീവ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ ആലോചിച്ചു. പതിവ് പോലെ താജിൽ നിന്ന് റിസൈൻ ചെയ്ത പോലെ ഞാൻ അവിടെ റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തു.
ഞാൻ ഡിസൈഡ് ചെയ്തു പ്രോഗ്രാമിന് പോകാം, ജിസുദിൻ്റെ പരിപാടിക്ക് പോകാം ഡിസൈഡ് ചെയ്തു. അങ്ങനെ ബോംബെക്ക് പോയി. 1 മാസത്തോളം ബോംബെയിലുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കാരണം കലാകാരനായിരുന്നു, വരക്കുമായിരുന്നു, പക്ഷെ ചിലത് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഓരോ രംഗത്തിനും ഓരോ നിശ്ചിതമായിട്ടുള്ള സെറ്റിങ്സുകൾ വേണമെന്ന്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണവും അല്ലെങ്കിൽ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡ്രസ്സുകൾ കൊണ്ട് ഞാനൊരു സെറ്റ് ഉണ്ടാക്കി. അത് ഒരു ഏദൻ തോട്ടത്തിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അന്ന് സ്റ്റേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തലേ ദിവസം ഏകദേശം 8 മണിയൊക്കെയാണ് പ്രോഗ്രാം കഴിയുന്നത്. അതിനുശേഷം കണ്ട ഓഡിയൻസ്, അന്ന് 10-20,000 ഓഡിയൻസ് നിൽക്കുന്ന സ്ഥലത്താണ് പ്രോഗ്രാം ചെയ്യുന്നത്. അതിനുശേഷം അന്ന് രാത്രി നിന്നാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 7:30ക്കാണ് പ്രോഗ്രാം. അപ്പോൾ തലേ ദിവസം കണ്ട സ്റ്റേജ് ആയിരിക്കരുത് ഇനി പിറ്റേ ദിവസം കാണണ്ടെന്നുള്ളത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ പ്രീച്ചിങ് ഫസ്റ്റ് കൊടുത്തത് നമ്മൾ കർട്ടൻ ഇട്ടിട്ട് കർട്ടൻ്റെ ഫ്രണ്ടിൽ നിന്നായിരുന്നു പ്രീച്ചിങ്. അതിനുശേഷം ഈ സ്കിറ്റ് തുടങ്ങുമ്പോൾ ഈ സ്റ്റേജ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കാണ് ജനങ്ങളെല്ലാവരും കാണുന്നത് ഈ തുണി കൊണ്ടുള്ള ഒരു ഏദൻ തോട്ടം. ആക്ച്വലി എൻ്റെ ലൈഫിലും എനിക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളുടെ കഴിവുകൾ ഇത്രയും ഭംഗിയായിട്ട് പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു സ്റ്റേജിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. അതൊരു ഏദൻ തോട്ടമായിരുന്നു. അങ്ങനെ എൻ്റെ കഴിവിനെ അവിടെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ജോലിയില്ല 97-ൽ. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലിയോ തദേവൂസും ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള അൽഫോൺസ് ജോസഫും ഞങ്ങൾ കൂടി ഒരുമിച്ചിട്ട് ഒരു രാഗ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത്. അതിനകത്തൊരു പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് രാഗ കമ്മ്യൂണിക്കേഷൻസ്. പേര് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അത് ജോലിയൊന്നുമില്ല. കാരണം എൻ്റെ ജോലി എന്ന് പറയുന്നത് അടുത്തുള്ള കടകളിൽ നിന്നും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പേരുകളും എടുത്ത് വാങ്ങുക, അത് ഒരു ബാനറിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ ബിന്നിങ്ങിന് എഴുതി കൊടുത്താൽ 300 രൂപ കിട്ടും ഒരു പരസ്യം എഴുതി കൊടുത്ത്. അങ്ങനെയുള്ള ജോലി ഞാൻ ചെയ്യുന്നു. ലിയോ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ടേപ്പുകളിൽ നിന്ന് വരുന്ന പാട്ടുകളും അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, ചെറിയ സ്കിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുക, അതിൽ ടെലിപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുക, അതൊക്കെയായിരുന്നു ലിയോ ചോദിച്ചത്. അൽഫോൺസ് രാവിലെ എഴുന്നിട്ട് അടുത്തുള്ള വീടുകളിൽ പോയിട്ട് കുട്ടികളെ മ്യൂസിക് പഠിപ്പിക്കുന്നു, പാട്ട് പഠിപ്പിക്കുന്നു, ഗിറ്റാർ പഠിപ്പിക്കുന്നു, അതൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു 2.5 വർഷം ഒരു ഡെസേർട്ട് എഫക്റ്റിലൂടെ പോയിക്കൊണ്ടിരുന്നു. അത് നമ്മളുടെ എന്താ പറയുക ഭൗതികമായിട്ടുള്ള ജീവിതത്തിൻ്റെ കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു നമ്മൾക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ട്. ഒരുപാട് പ്രോഗ്രാം ചെയ്തു. ഓഡിയോ വിഷ്വലിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹം, വലിയ ആഗ്രഹമായിരുന്നു മീഡിയ ത്രൂ ഇവാഞ്ചലൈസേഷൻ എന്നുള്ള സാധനം. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങളന്ന് സ്കിറ്റുകളെല്ലാം ചെയ്തു. അന്നെല്ലാം മീഡിയയിലോട്ട് കടന്നു വരണമെന്നും മീഡിയയിലായിരിക്കണമെന്നും ഭയങ്കര തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് എവിടെ എങ്ങനെ പോകുമെന്നുള്ള അറിയില്ലായിരുന്നു. കാരണം ഇവിടെ ഏഷ്യാനെറ്റ് തുടങ്ങുന്ന സമയമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഷാലോം വിഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും ഏഷ്യാനെറ്റിലേക്ക് ഷാലോം വിഷൻ്റെ ഒരു സോങ്സ് ഞങ്ങൾക്ക് ഒരു എപ്പിസോഡ് ചെയ്യാൻ സാധിച്ചു. അത് ലിയോ ആയിരുന്നു ഡയറക്റ്റ് ചെയ്തത്, അൽഫോൺസ് ആയിരുന്നു മ്യൂസിക് ചെയ്തത്, ഞാനതിനകത്ത് ആർട്ട് ചെയ്തു. അങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന തരത്തിലുള്ള മീഡിയയിലോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മീഡിയയിൽ വരണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു അന്ന്. പിന്നീട് ഒരു 2.5 വർഷം ജോലികളിൽ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അധികം വരുമാനമില്ലാത്ത 2.5 വർഷം കടന്നുപോയി. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 99-ൽ എറണാകുളത്ത് ഒരു ടീം വരുന്നു. അവർ ഹോളിവുഡിൽ നിന്നുള്ള ടീമാണ് വരുന്നത് എന്നറിഞ്ഞു. ലിയോ ആണ് എന്നോട് പറയുന്നത്, എടാ ഒരു ഗ്രൂപ്പ് ആളുകൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, നിനക്കിപ്പോൾ കുറേ വർക്ക് ചെയ്തിട്ട് ബയോഡാറ്റ എന്തെങ്കിലും ഉണ്ടല്ലോ, അപ്പോൾ ബയോഡാറ്റ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സിനിമ എന്താണെന്നോ അല്ലെ സിനിമയിൽ എങ്ങനെ കയറുന്നുള്ള ഒരു ഐഡിയ ഇല്ല, സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള പോലും തോന്നലില്ല. കാരണം നമ്മൾ സിനിമ കാണുന്നതെല്ലാം വളരെ വലിയൊരു സ്ക്രീനിൽ കാണുന്ന വലിയ മഹത്തായ എന്തോ സംഭവമാണ് എന്ന് കരുതിയാണ് സിനിമ കാണാൻ പോകുന്നത് തന്നെ. അതിനകത്ത് ആളുകൾ ആരൊക്കെയാണ്, അതിനൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്ന് പോലും ചിന്തയില്ലാത്ത സമയത്താണ് ലിയോ ഇങ്ങനെ പറയുന്നത് ഇങ്ങനൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഫോർട്ട് കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ അറിയുന്നത് ഇത് ഹോളിവുഡിൽ നിന്നും വന്ന ഇസ്മയിൽ മർച്ചൻ്റ് ഡയറക്റ്റ് ചെയ്യുന്ന മർച്ചൻ്റ് ഐവറി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലുള്ള കോട്ടൺ മേരി എന്നുള്ള സിനിമയുടെ ക്രൂ ആണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. എല്ലാം ഹോളിവുഡ് ആളുകളാണ്. അപ്പോൾ അവരെ കാണാൻ സംസാരിക്കാൻ പേടിയായിരുന്നെങ്കിലും കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ സൈമൺ കുര്യൻ എന്നുള്ള ആൾ വന്ന് ചോദിച്ചു ആരാ എന്താ വേണമെന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി മലയാളിയാണെന്നുകൊണ്ട് സന്തോഷമായി. ഞാൻ പറഞ്ഞു ഞാനിങ്ങനൊരു ആർട്ടിസ്റ്റാണ്, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണ്, വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇവിടെ ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞു, തിങ്കളാഴ്ചയാണ് സിനിമ തുടങ്ങുന്നത്, ഞാൻ ചെല്ലുന്നത് വെള്ളിയാഴ്ചയാണ്, ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാലും കുഴപ്പമില്ല, എൻ്റെ ഒരു ബയോഡാറ്റ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബയോഡാറ്റ അവർക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എൻ്റെ ബയോഡാറ്റ കൊടുക്കുന്നു. അവിടെ നിന്ന് ഞാൻ തിരിച്ച് ബസ്സിൽ എൻ്റെ വീട്ടിലൂടെ യാത്ര ചെയ്യുന്നു. സത്യത്തിൽ ഈ ഒരു ജീവിതത്തിലായിരിക്കുന്ന സമയത്തെല്ലാം ഞാൻ ഒരുപാട് ഗ്രൂപ്പിൽ പോവുകയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം തങ്ങുകയും ചെയ്യുമ്പോൾ പോലും ഒരിക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തോന്നിയിട്ടുണ്ടായില്ല. കാരണം അന്നെല്ലാം നമ്മൾ പഠിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ എൻ്റെ ബയോഡാറ്റ ഞാൻ ഈ ഹോളിവുഡ് ഗ്രൂപ്പിന് കൊടുത്തതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് അന്ന് ബസ്സിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ അവരുടെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് സാധിക്കണമേ. അത്ര പ്രാർത്ഥിച്ചു. കാരണം നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും കഴിക്കേണ്ട അരിമണിയിൽ നമ്മളുടെ പേര് എഴുതിയിട്ടുണ്ടാവുന്നുള്ളത്. അവരുടെ അരിമണിയിലാണ് എൻ്റെ പേര് എഴുതിക്കണമെങ്കിലോ അത് അവസരം കിട്ടട്ടെ ഓർത്തിട്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ അമ്മച്ചി പറഞ്ഞു, എടാ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ നിന്ന്, എത്രയും പെട്ടെന്ന് തിരിച്ചെല്ലാം പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഉടനെ തന്നെ അടുത്ത ബസ്സിൽ കയറി ഞാൻ ഫോർട്ട് കൊച്ചിയിൽ എത്തുന്നു. ഇതേപോലെ ആദ്യം കാണുന്നത് സൈമൺ ഗിരീനാണ്. സൈമൺ ഗിരീനെ അങ്ങനെ തന്നെ ഒരു അവരുടെ മാനേജറുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവരോട് സംസാരിക്കുന്നു. അവർ പറഞ്ഞു, നിങ്ങളുടെ ബയോഡാറ്റ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം നിങ്ങൾ എടുക്കുകയാണ്, ബാക്കി എല്ലാ ക്രൂവും ഞങ്ങൾ എടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് ആരും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ബയോഡാറ്റയിൽ ഇത്രയും നിങ്ങൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ എടുക്കുന്നു. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാകാം, നമ്മുടെ ക്രൂവിൻ്റെ ഭാഗമാകാം, ഈ സിനിമയിൽ ജോയിൻ ചെയ്യാമെന്ന്. അന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ഒരു കൊച്ചു കലാകാരൻ്റെ ഏറ്റവും പരമോന്നതം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹോളിവുഡ് മൂവിയാണ്. ഹോളിവുഡ് സിനിമയുടെ തലപ്പത്തെത്തുക എന്നുള്ളതാണ്. ദൈവം എന്നെ ആദ്യം കൊണ്ട് എത്തിക്കുന്നത് ഈ ഒരു ഹോളിവുഡ് മൂവിയിലാണ്. കാരണം സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ഞാൻ ആഗ്രഹിക്കാതെ എന്നെ ദൈവം കൊണ്ട് എത്തിക്കുന്നത് ഹോളിവുഡ് മൂവിയിലാണ്. ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെ മർച്ചൻ്റ് ഐവറി പ്രൊഡക്ഷൻസിൻ്റെ കോട്ടൺ മേരിയിലായിരുന്നു. പിന്നീട് അവരുടെ തന്നെ അടുത്ത സിനിമയായിട്ടുള്ള മിസ്റ്റിക് മെഷർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെസ്റ്റ് ഇൻഡീസിൽ പോവുകയുണ്ടായി, ലണ്ടനിൽ പോവുകയുണ്ടായി. അവരോടൊപ്പമായിരുന്നു പിന്നീട് എൻ്റെ രണ്ടാമത്തെ സിനിമയും. അപ്പോൾ എൻ്റെ ഒരു മോശം കാലാവസ്ഥയിൽ നിന്നും നല്ല കാലാവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരികയും, അല്ലെങ്കിൽ എൻ്റെ മോശം കൂട്ടുകെട്ടിൽ നിന്നും നല്ല കൂട്ടുകെട്ടിലേക്ക് കടന്നു വരികയും, എനിക്ക് ദൈവം തന്ന കഴിവുകളെ ഞാൻ അറിയാതെ ദൈവത്തിലേക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ, അതായത് പള്ളിയിലൂടെ എൻ്റെ കലകളെ വളർത്തിയപ്പോൾ, അല്ലെങ്കിൽ റെക്സ് ബാൻഡിലൂടെയും ജീസസിലൂടെയും എൻ്റെ കലകളെ വളർത്തിയപ്പോൾ ദൈവം എന്നെ ഇപ്പുറത്ത് മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കുവാൻ, അല്ലെങ്കിൽ മീഡിയയ്ക്ക് വേണ്ടി പണിയെടുക്കുവാൻ. കാരണം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മീഡിയ ത്രൂ ഇവാഞ്ചലൈസേഷൻ, അല്ലെങ്കിൽ ഈ മീഡിയയിൽ നിന്നുകൊണ്ട് ഇവാഞ്ചലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ മീഡിയയിലൂടെ ചെയ്യുക എന്നുള്ളത്. അത് ആ തീക്ഷ്ണമായ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ദൈവം ആദ്യമായിട്ട് ജീസസ് യൂത്തിൽ നിന്നും എന്നെ ഈ ഒരു സിനിമാ മേഖലയിൽ കൊണ്ടുവന്ന് നടന്നത്. പിന്നീട് ഞാൻ കാണുന്നു എൻ്റെ പിന്നാലെയുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ലിയോ തദേവൂസ്, ഒരു ഐസക് കൊട്ടുകാപ്പള്ളി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുടെ കൂടെ, അല്ലെങ്കിൽ ഡയറക്ടറുടെ കൂടെ, അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്, ഒരു ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അവിടെ വെച്ചിട്ട് ലിയോ മുത്തുരാജ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടറെ പരിചയപ്പെടുന്നു. മുത്തുരാജ് എന്ന് പറയുന്നത് ഞാൻ അന്ന് ബഹുമാനിച്ചിരുന്ന, അല്ലെങ്കിൽ കാണാൻ കൊതിച്ചിരുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ്. ഗുരു എന്ന് പറഞ്ഞ സിനിമയുടെ ആർട്ട് ഡയറക്ടറായിരുന്നു. ഒരുപാട് സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു. അദ്ദേഹമായിട്ട് ലിയോ വർക്ക് ചെയ്തതിൻ്റെ ബേസിൽ പിന്നീട് വീണ്ടും ലിയോ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എടാ മുത്തുരാജ് സാറിന് ഒരാളെ ആവശ്യമുണ്ട്, നീ എൻ്റെ ബയോഡാറ്റ കൊടുക്കല്ലേ, നീ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മുത്തുരാജ് സാറിന് ലിയോ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഒരു ദിവസം എനിക്ക് ചെന്നൈയിൽ നിന്ന് വിളി വരുന്നു, മുത്തുരാജ് സാറിൻ്റെ, ജോസഫ് എന്നാണോ പേര്, അപ്പോൾ അതെന്ന് പറഞ്ഞു. എന്നോട് ആദ്യം ചോദിക്കുന്നത് താടി ഉണ്ടോ എന്നാണ്. അപ്പോൾ അതെന്ന് ചോദിച്ചാൽ എന്താ താടി, എനിക്ക് താടിയില്ലെന്ന് പറഞ്ഞു. ഓക്കെ, താടി ഉണ്ടെങ്കിൽ കയറി വരണ്ടെന്ന് പറയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്തെന്ന് ചോദിച്ചാൽ ഇതേ പേരിൽ ജോസഫ് ഫോർട്ട് കൊച്ചിയിലുണ്ട്, പക്ഷേ കുറച്ച് ഉടായ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് താടിയില്ലാന്ന് പറഞ്ഞു. അങ്ങനെ 2000 എന്നോട് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറയുന്നു. അങ്ങനെ അടുത്തതായിട്ട് എൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് അദ്ദേഹം എനിക്കൊരു വഴിയൊരുക്കി. മുത്തുരാജിൻ്റെ കൂടെ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആർട്ടിൽ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അത് ചെന്നൈയിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ തന്നെ കയറി വരാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, എല്ലാവരും അന്ന് ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നു എന്ന് പറയുന്ന സംഭവം. ഞാനും അതുപോലെ ചെന്നൈയിലേക്ക് വണ്ടി കയറി പോകാനായിട്ട് പൈസ ഇല്ലായിരുന്നു. അതിനുവേണ്ടി എന്നെ സഹായിച്ചത് എൻ്റെ സുഹൃത്തായ ടോമിയാണ്. 500 രൂപ തന്നു. അതിനുവേണ്ടി ഒരു സഫാരിയുടെ പെട്ടി വാങ്ങിച്ചു. ആ പെട്ടിക്കകത്ത് സാധനങ്ങളൊക്കെ ആയിട്ട്
വണ്ടിക്കകത്ത് കയറുന്നത്. ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്ന പോലെ ഞാനും ടോയ്ലറ്റിൻ്റെ വാതിക്കലിരുന്നാണ് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുന്നത്. ചെന്നൈയിലെത്തി ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ എന്ന് അറിഞ്ഞു. താമസിക്കാൻ കിട്ടുന്ന ഒരു ഉമാ ലോഡ്ജ് എന്ന ലോഡ്ജായിരുന്നു. അവിടെ താമസിക്കാൻ പിറ്റേ ദിവസം രാവിലെ കാറ് വരുന്നു, വിളിച്ചുകൊണ്ട് പോകുന്നു. ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇത് മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയാണെന്നും ഒളിമ്പ്യൻ അന്തോണി ആദം എന്നാണ് സിനിമയുടെ പേരെന്നും ഡയറക്ടർ ബദ്രനാണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് അറിയുന്നത് അപ്പോഴാണ്. അപ്പോഴും ഞാൻ അന്വേഷിച്ചു, അവിടെ എല്ലാം നോക്കി, ആർട്ട് ഡയറക്ടർ കാണാനില്ല. അപ്പോഴറിയുന്ന ആർട്ട് ഡയറക്ടർ സ്ഥലത്തില്ല, അദ്ദേഹം മറ്റൊരു സിനിമയുമായിട്ട് വേറൊരു ലൊക്കേഷനിലാണെന്ന്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഫോൺ കോൾ വന്നു, വിളി വന്നു, സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ജോസഫ് എല്ലാ കാര്യം നോക്കുക, ജോസഫിന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വന്നോളാം, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് തന്നെ എനിക്ക് കിട്ടുന്നത് വലിയൊരു അസോസിയേറ്റ് തലത്തിലുള്ള ജോലിയാണ് എനിക്ക് ഒളിമ്പ്യനിൽ കിട്ടുന്നത്. അങ്ങനെ ആ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിനിമ എൻ്റെ കരിയറിൽ വളരെ വളരെ വലിയ കാര്യങ്ങൾ ചെയ്തു. കാരണം ആ സിനിമയെ അന്നത്തെ സിനിമ എന്ന് പറയുന്നത് 4.5 കോടി ബഡ്ജറ്റുള്ള സിനിമയായിരുന്നു. ഒരുപാട് സെറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ കാശുകളുണ്ടെങ്കിൽ എങ്ങനെ സെറ്റിട്ട് വർക്ക് ചെയ്യാമെന്ന് പഠിപ്പിച്ച സിനിമയായിരുന്നു ഒളിമ്പ്യൻ അന്തോണി ആദം. അതിലൂടെ 8 മാസം എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നീട് അടുത്തൊരു സിനിമ രണ്ടാം ഭാവമായിരുന്നു. രണ്ടാം ഭാവം എന്ന് പറഞ്ഞ സിനിമ 1 വർഷം ഉണ്ടായിരുന്നു. ലാൽ ജോസ് ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ. അതിൻ്റെയും ആ ഡയറക്ടർ കലാസംവിധായകൻ മുത്തുരാജായിരുന്നു. അത് 1 വർഷം ഉണ്ടായിരുന്നു ആ സിനിമ. പക്ഷേ അന്ന് സാമ്പത്തികമായിട്ട് പരാജയമായ സിനിമയാണ്. ഒപ്പം ഷൂട്ട് ചെയ്യാനും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതിരുന്ന ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം എടുത്തു ആ സിനിമ തീരാനായിട്ട്. പക്ഷേ ആ സിനിമയും എന്നെ പാഠം പഠിപ്പിച്ചു. എന്നെ പഠിപ്പിച്ച പാഠം, സിനിമയിൽ കാശില്ലാതെ എങ്ങനെ ഉള്ളത് കൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റും എന്ന് എന്നെ പഠിപ്പിച്ച സിനിമയായിരുന്നു രണ്ടാം ഭാവം. അങ്ങനെ എൻ്റെ കരിയറിൽ 2 തരത്തിലുള്ള സിനിമകളാണ് എന്നെ അസോസിയേറ്റ് തലത്തിൽ വർക്ക് ചെയ്യിപ്പിച്ചത്. ഒന്ന്, കാശുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം എന്ന് പഠിപ്പിച്ച ഒളിമ്പ്യൻ അന്തോണി ആദം. 2, കാശില്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് പഠിപ്പിച്ച രണ്ടാം ഭാവം. ഈ 2 സിനിമയും എൻ്റെ കരിയറിൻ്റെ വലിയൊരു വിജയം തന്നെയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഭാഗങ്ങളെല്ലാം ഇരുന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഒരു തെലുങ്ക് പടത്തിൽ ഞാൻ വർക്ക് ചെയ്തു. വൈശാഖിലായിരുന്നു സെറ്റ്. ഇതെല്ലാം മുത്തുരാജിൻ്റെ കേരളത്തിൽ തന്നെയായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5, 8, 10 സിനിമ ചെയ്തെങ്കിൽ മാത്രമാണ് മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ജീസസ് യൂത്തിൻ്റെ ഓഡിയോ വിഷ്വൽ മിനിസ്റ്ററിൻ്റെ ഭാഗമാകാൻ ഞാൻ പോകുമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ദൈവം അവിടെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമ കഴിഞ്ഞ ഉടനെ, രണ്ടാം ഭാഗം കഴിഞ്ഞ ഉടനെ ലാൽ ജോസ് പറഞ്ഞു, എടാ അടുത്ത സിനിമയിൽ ആർട്ട് ഡയറക്ടർ നീയാണെന്നുള്ളത്. കാരണം ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ അമ്മച്ചി ഞങ്ങളോട് ഇവിടെ പറയുന്നത്. 2000-ലാണ് അമ്മച്ചി മരിക്കുന്നത്. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു ഒരു ഹോളി സെറ്റപ്പിന് വേണ്ടിയിട്ട്. ആ 10,000 രൂപ കൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റ് എടുത്തിട്ട് എറണാകുളത്ത് വരുന്നത്. ആ പൈസയാണ് ആകെ എനിക്ക് ആ പടത്തിൽ കിട്ടുന്ന റെമ്യൂണറേഷൻ. പക്ഷേ പൈസ പ്രതീക്ഷിക്കാതെ ഞാൻ നിന്നിരുന്നത് കൊണ്ട്, രാജൻ പോളിൻ്റെ അടുത്ത് 800 രൂപ കിട്ടിയപ്പോൾ നിന്നിരുന്നത് പോലെ തന്നെ ഇവിടെയും 1 വർഷം പൈസ ഒന്നും പ്രതീക്ഷിക്കാതെ നിന്നിരുന്നതുകൊണ്ട് എൻ്റെ കരിയർ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ലാൽ ജോസ് എനിക്കൊരു വാഗ്ദാനം തന്നു, അടുത്ത സിനിമയിൽ നീയായിരിക്കും എൻ്റെ കലാസംവിധാനം എന്ന്. ആ വാഗ്ദാനം അദ്ദേഹം നിറവേറ്റി. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യം ചെയ്യുന്ന സിനിമ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ട് അതിമറന്ന് രസിച്ച മീശമാധവൻ എന്ന സിനിമയായിരുന്നു ഞാൻ ആദ്യമായിട്ട് കലാസംവിധാനം ചെയ്ത സിനിമ. അങ്ങനെ ഫസ്റ്റ് സിനിമ മീശമാധവനായിരുന്നു. അതിനകത്ത് അധികം ബഡ്ജറ്റില്ലാത്തത് കൊണ്ട് നേരത്തെ ഒന്നും പ്ലാൻ ചെയ്യാതെ പോകുന്ന വഴിക്ക് കിട്ടുന്ന ചപ്പുചവറുകൾ, കൊട്ടയും പായയും പനമ്പും കൊതുമ്പും ഇതെല്ലാം ഒരു വണ്ടിയിലൊക്കെ ആക്കിയിട്ട് ഓരോ ലൊക്കേഷനിൽ ചെന്ന് നിന്നുകൊണ്ട് ആ ലൊക്കേഷൻ അനുയോജ്യമായ രീതിയിൽ ഒരു പ്രോപ്സ് ഉണ്ടാക്കി അത് ബാക്ക്ഡ്രോപ്പ് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോഴാണ് അറിയുന്നത് അതൊരു കലയുടെ ഭാഗമായി മാറുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെക്കാൾ ഉപരി ആ സീനിനോട് ലയിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു വസ്തുവായി മാറുന്നത് മീശമാധവനിൽ കാണാൻ സാധിക്കുമായിരുന്നു. പിന്നീട് അടുത്ത സിനിമ വെള്ളിത്തിരയായിരുന്നു. അപ്പോൾ വലിയ തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, പരിചയമുള്ള ആൾക്കാർ വേണമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒളിമ്പ്യൻ അന്തോണി ആദത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്
ബദ്രൻ സാറിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ലിയോയെ മറ്റും അങ്ങനെ അൽഫോൺസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമയിൽ ചീഫ് അസോസിയേറ്റ് ആയിട്ട് ലിയോയ്ക്ക് ബദ്രൻ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഒപ്പം ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ചെയ്യാനായിട്ടുള്ള അവസരം അൽഫോൺസും കിട്ടി. അങ്ങനെ രാഗ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഞങ്ങൾ 3 പേരും വീണ്ടും ഒന്നിക്കുന്നു. വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബദ്രൻ സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം സാറ് നല്ലൊരു സ്പിരിച്വൽ മാൻ ആയിരുന്നു. അതുകൊണ്ട് സാറിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം എന്നുള്ളത്. ആ സിനിമയിൽ ഉടനീളം സിനിമ തീരുന്നവരെ അങ്ങനെയാണ് ആ സിനിമ നടന്നിരുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ ആഗ്രഹം അവിടെ സാധിക്കാൻ സാധിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ കടന്നു വന്നിട്ടുള്ള ഓരോ സിനിമയിലും നമ്മൾക്ക് ഞാൻ എന്തായിരുന്നു, ഒരു ജീസസ് യൂത്ത് എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. കാരണം ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ പലതരം തട്ടുകളുണ്ട്. അവിടെ ഡ്രൈവേഴ്സ് മുതൽ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ആൾ മുതൽ അതിനുവേണ്ടി ഓടിയെടുക്കുന്ന എല്ലാ ആളുകളും, ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾ, ആർട്ടിസ്റ്റുകൾ, ഹീറോസ്, ഇതെല്ലാവരും ഉണ്ട്. ഇതെല്ലാവർക്കും 3-4 തട്ടുകളിലായിട്ടാണ് ഭക്ഷണവും താമസ സൗകര്യം എല്ലാം ഒരുക്കുന്നത്, യാത്രകളെല്ലാം. ഇങ്ങനെയുള്ള സമയത്തെല്ലാം ഞാൻ ചില സമയത്തെല്ലാം ഹീറോസിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും താഴെക്കിടയിൽ പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ലൈറ്റ് ബോയ്സിൻ്റെ ഒപ്പമോ ഡ്രൈവേഴ്സിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇത് കാണുമ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കും, നിനക്കിതെങ്ങനെ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ കടന്നു വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്, ഒരു സമൂഹമുണ്ട്, പള്ളിയുണ്ട് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ജീസസ് യൂത്ത് ഉണ്ട്. അവിടെ ആശാരി എന്നോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എന്നോ ഡോക്ടർ എന്നോ ഒന്നും വേർതിരിവില്ലാതെ ഒരേ പായയിൽ കിടന്നുറങ്ങുന്നു, ഒരേ ഭക്ഷണം കിടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലൂടെ ഞാൻ കടന്നു വന്നത്. അതുകൊണ്ട് ഇവിടെ എനിക്കതൊരു വിവേചനം ഫീൽ ചെയ്യുന്നില്ലെന്ന് പറയും. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവരുടെ ഈഗോ വർക്ക് ഔട്ടാകും, തങ്ങളുടെ കഴിവുകൾ ഇല്ലാണ്ടാവുമോ, നമ്മളുടെ സ്ഥാനം ഇല്ലാതാവുമെന്ന്. പക്ഷേ എനിക്കിതുവരെയും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് ഇത്രയും വർഷങ്ങൾ നമ്മൾ കടന്നു വന്നപ്പോഴെല്ലാം എൻ്റെ കരിയറിൽ അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് ഇതുവരെയും ഒരു ഭംഗവും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നീട് ഓരോ സമയത്തും ഞാൻ ജീസസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഓഡിയോവിഷ്വൽ മിനിസ്ട്രിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓഡിയോവിഷ്വൽ മിനിസ്ട്രിയുടെ ഭാഗമാകാൻ സാധിച്ചു. ഒപ്പം സിനിമകൾ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പിന്നീട് 2002 മുതൽ 2024 എത്തി നിൽക്കുന്ന ഈ സമയത്തോളം എനിക്ക് 96 സിനിമകളിൽ കലാസംവിധാനം ചെയ്യാൻ സാധിച്ചു. ദൈവം അതിനെ എന്നെ അനുഗ്രഹിച്ചു. ഇനിയും അനേകം ചുവടുകൾ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് എൻ്റെ രീതികൾ ഞാൻ ഒന്ന് മാറ്റിപ്പിടിക്കുന്നു. ഇപ്പോൾ കുറേയും കൂടി ഞാൻ പണ്ട് നാടകമൊക്കെ എഴുതിയിരുന്നെന്ന് പറയുന്ന തരത്തിലേക്ക് വീണ്ടും മാറി. ഇപ്പോൾ ചെറിയ സിനിമ കഥയിലോട്ട്, എഴുത്തിലേക്ക് ഞാൻ ചുവട് മാറ്റിയിരിക്കുന്നു. ഒരു 3-4 സിനിമകൾക്കുള്ള സ്ക്രിപ്റ്റുകൾ റെഡി ആയിട്ടുണ്ട്. അത് സംവിധാനം ചെയ്യാൻ ആളുകൾ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു. ഇനിയും അനേകം വഴികളിലൂടെ സഞ്ചരിക്കാനുണ്ട്. പക്ഷേ ഈ സഞ്ചരിക്കേണ്ട വഴികളിലെല്ലാം ഞാൻ പോകുന്നത് എൻ്റെ കൂടെയുള്ള കർത്താവിൻ്റെ ഒപ്പമാണ്. കാരണം ചില സമയത്തെല്ലാം ഞാൻ കർത്താവിനെ മുറുക്കി പിടിക്കാറില്ല, പക്ഷേ കർത്താവ് എന്നെ മുറുക്കി പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സക്സസിൻ്റെയും എല്ലാത്തിൻ്റെയും സക്സസിൻ്റെയും ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. എൻ്റെ ബാക്കപ്പും എനിക്കുണ്ടായിരുന്ന എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ഭാര്യ 2002 മുതൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ജിഷ എന്നാണ് ഭാര്യയുടെ പേര്. കിൻഡർ ഹോസ്പിറ്റലിൽ സീനിയർ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം KCBCയുടെ ഒരു പ്രത്യേക വക്താവായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബപരമായിട്ട് തന്നെ കർത്താവിന് വേണ്ടി ജോലി ചെയ്യാമെന്ന് തീരുമാനിച്ച ആളുകൾ തന്നെയാണ്. അത് ദൈവം സഹായിച്ച് അത് സമയം കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂത്ത മകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരാണ്. സൈക്കോളജി പഠിക്കുന്നു, 3ാം വർഷമാണ് ഡിഗ്രിയിൽ. എൻ്റെ മകൻ ഡിസൈനിങ് പഠിക്കുന്നു, ഇൻഡോറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉജ്ജയിൻ യൂണിവേഴ്സിറ്റിയിലാണ്. എൻ്റെ ഡിഗ്രി 2nd ഇയറാണ്. ഇതാണ് എൻ്റെ ബാക്കപ്പ്. അപ്പോൾ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ ഒരു കുടുംബം ആവശ്യമാണ്, കുടുംബത്തിന് സന്തോഷം ആവശ്യമാണ്, ഒപ്പം കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും ആവശ്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് എത്രത്തോളം വലുതായാലും നമ്മളുടെ ജീവിതം സക്സസ് ആവുകയുള്ളൂ. ഇത്രയും നാളുകൾ കൊണ്ട്, ഈ ചുരുങ്ങിയ വേളകൾ കൊണ്ട് എനിക്കൊരു 100ഓളം സിനിമകൾ ചെയ്യാൻ സാധിച്ചത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ കഴിവുകൾ ഞാൻ ദൈവത്തിന് കൊടുത്തപ്പോൾ ദൈവം എന്നെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുകയായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ ഒരുപാട് ആളുകൾക്ക് വരാനുള്ള സാഹചര്യം ഞാൻ മൂലം ദൈവം എന്നെ ഒരുക്കി. ഒരു തിരിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഈ തിരി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. ഈ തിരിയെ എനിക്ക് മാത്രമായിട്ട് കൊണ്ടുപോകാം,
എനിക്ക് പിന്നാലെ വരുന്നവർക്ക് തിരിയുടെ വെട്ടം എനിക്ക് കാണിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തിരി അവിടെ വെച്ചുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാം. പക്ഷെ ഇപ്പോഴും ഞാൻ തിരിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എൻ്റെ പിന്നാലെ വരുന്നവർക്ക് വെട്ടം കാണിച്ചുകൊണ്ട്. കാരണം ഞാനായിരിക്കില്ല, അല്ലെങ്കിൽ എന്നിലൂടെ ആയിരിക്കില്ല അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുന്നത്. എൻ്റെ പിന്നാലെ വന്നിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ ജീസസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ആളുകൾ സിനിമ മേഖലയിലുണ്ട്. പണ്ടില്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകൾ ജീസസ് യൂത്ത് ആയിട്ടുള്ള ആളുകളും അല്ലാത്ത ആളുകളും ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ക്രിസ്തുവിന് വേണ്ടിയിട്ട് സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കടന്നു വരാനുള്ള കാരണം തന്നെ നമ്മുടെ കഴിവുകൾ, എൻ്റെ കഴിവുകൾ ഞാൻ ദൈവത്തിന് കൊടുത്തുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും എന്നെ ശ്രവിക്കുന്ന കൂട്ടുകാരെ, നിങ്ങളുടെ കഴിവുകൾ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ, നല്ല കാര്യത്തിനോട് ചെലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നതിലെത്താൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ച എൻ്റെ ജീവിതം.